മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു മലപ്പുറത്ത്. UAE-യിൽ നിന്ന് വന്ന 38-കാരനായ യുവാവിനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിശോധനാ ഫലം അറിഞ്ഞിരിക്കുകയാണ്. മഹേഷ് ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പോഴാണ് സ്ഥിരീകരണം എത്തിയിരിക്കുന്നത് അല്ലേ? സമയം മുമ്പാണ് മലപ്പുറത്ത് എംപോക്സ് പ്രശ്നങ്ങളുടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം ചികിത്സയിൽ ആയിരുന്നു. എംപോക്സ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും എംപോക്സിന് ചികിത്സയ്ക്ക് സൗകര്യമുണ്ട് എന്നും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി വർമ്മ, പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിൽ നടക്കുന്നു എന്നാണ് അറിയിക്കുന്നത് ഈ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ? മഹേഷ്, ഇക്കാര്യത്തിൽ എംപോക്സിന്റെ ലക്ഷണങ്ങൾ അത് ഉണ്ടാകുന്ന ഏതൊരു വ്യക്തി, കാരണം മറ്റ് പുറം രാജ്യങ്ങളിൽ വരുന്നവർക്ക് നിന്നാണ് ഇപ്പോൾ എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലേക്ക് ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായിട്ട് തന്നെ ചികിത്സ തേടണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് മറച്ചുവെക്കാതെ തന്നെ ആശുപത്രികളിൽ എത്തുകയും ആരോഗ്യ വിവരം അറിയിക്കുകയും ചെയ്യണം. അത്തരത്തിലേക്കുള്ള സൗകര്യങ്ങളിലേക്ക് പോകണം. കാര്യം ഐസൊലേഷൻ സൗകര്യത്തിലേക്ക് അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐസൊലേഷനിലേക്ക് പോകാൻ തയ്യാറാക്കണം. അത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവർ അവർക്ക് വേണ്ട ചികിത്സ ആശുപത്രികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ നോഡൽ ഓഫീസർമാരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും എംപോക്സ് ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി, തിരിച്ചെത്താം. മഹേഷ്, ഇപ്പോൾ ശാന്തകുമാർ കൂടി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, UAE-യിൽ നിന്ന് വന്ന യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള മുൻകരുതൽ നടപടികളാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്? സമ്പർക്കത്തിലുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി ക്വാറന്റീനിൽ ആക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ അവിടെ? തീർച്ചയായും ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത് കാണുന്നത്. നേരത്തെ തന്നെ ഈ യുവാവിന് ഇത്തരം അസുഖം ഉണ്ട് എന്നുള്ള സംശയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇതിന്റെ സ്രവ പരിശോധന അയച്ചതിന് ശേഷം വീട്ടിലുള്ളവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ഈ യുവാവ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷവും ഈ പനി ലക്ഷണവും ഇത്തരം ശരീരത്തിൽ തടിപ്പും കണ്ടിട്ട് പ്രത്യേക മുറിയിൽ തന്നെയായിരുന്നു, പ്രത്യേക ബാത്റൂം എല്ലാം ഉള്ള പ്രത്യേക മുറിയിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അത് തടിപ്പ് വർദ്ധിച്ചതോടു കൂടിയാണ് തിങ്കളാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഗൾഫിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറും അവിടുത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി സ്രവം അയക്കുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് 32ഓളം മങ്കി പോക്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഇനത്തിൽപ്പെട്ട ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാണ്. ഗൗരവകരമായിട്ടുള്ളതല്ല. നിലവിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഏറെ അപകടകരമായ രീതിയിലുള്ള വൈറസ് സാന്നിധ്യമല്ല ഇതിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ലെവൽ 2 ഭാഗം മാത്രമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എങ്കിലും വലിയ തോതിൽ ആശങ്ക ഉണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മി, ഒരുപക്ഷെ കോവിഡ് എന്നും പോലെ അത്ര വേഗത്തിൽ വ്യാപിക്കുന്നതല്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം എംപോക്സിനെ കുറിച്ച് നൽകിയിരിക്കുന്ന ചിത്രം. നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന, കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും മലപ്പുറത്ത് യുവാവിന് എംപോക്സ് സംശയിക്കുന്നു എന്നുള്ളത് മുതൽ കൂടുതൽ കാര്യങ്ങൾ എംപോക്സ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട്, മങ്കി പോക്സ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾക്കിതുമായി ബന്ധപ്പെട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ശാന്തൻ? തീർച്ചയായും ഈ അസുഖം ശരീരത്തിലുണ്ടാവുന്ന തടിപ്പിൽ ഒരു കുമിള ഉണ്ടാവുന്നു. കുമിളയിൽ നിറയെ ഒരു ദ്രാവകം ഉണ്ടാവുന്നു. ഈ ദ്രാവകം മനുഷ്യ ശരീരത്തിൽ മറ്റേതെങ്കിലും വിധത്തിൽ മനുഷ്യ ശരീരത്തിൽ ആവുകയാണെങ്കിൽ, അത് അവിടെ മുറിവുണ്ടെങ്കിൽ അത് ശരീരത്തിനോട് ചേരുകയും രക്തത്തിൽ കലരുകയും ചെയ്യുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. അത്തരത്തിലുള്ള സമ്പർക്കത്തിലേക്ക് ഈ യുവാവിന്റെ എത്തിയിട്ടില്ല. അത്ര ഗുരുതരമായ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തിയിരുന്നു. അവിടെ നിന്ന്
സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഭയാനകമായ ഇപ്പോൾ വന്നിട്ടുള്ള യുവാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഭയാനകമായ രീതിയിലേക്കുള്ള അവസ്ഥ എത്തിയിട്ടില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. ആകെ വേണ്ടത് ഇതിന്റെ കരുതലും ഒപ്പം തന്നെ കടുത്ത ജാഗ്രതയും വേണം എന്നുള്ളത് മാത്രമാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിപ്പയുടെ ആശങ്ക നിലനിൽക്കുന്നു. ഏറെ ആശ്വാസകരമാകുന്ന രീതിയിൽ എല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഈ എംപോക്സിന്റെ ലക്ഷണത്തിലുള്ള ഒരു രോഗി കൂടി എത്തുന്നത്. ഇപ്പോൾ അതുകൂടി ആയപ്പോൾ ആരോഗ്യവകുപ്പ് കടുത്ത നിയന്ത്രണവും കൂടുതൽ ശക്തമായ നിലപാടിനോടുകൂടി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, ഈ രോഗം ആളുകളിലേക്ക് വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക് ഇത് പകരുവാനുള്ള സാധ്യത എങ്ങനെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്? ശാന്തൻ, ഇതിനകത്ത് ഈ അസുഖമുള്ള ആളുകൾ തുമ്മുമ്പോൾ ഇത് വായുവിലൂടെ പകരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുമിളകളിൽ നിന്നുള്ള ദ്രാവകം ശരീരത്തിൽ മറ്റു വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് മുറിവിലൂടെ രക്തത്തിൽ കലരുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള സാധ്യതകൾ മാത്രമാണ് ഈ എംപോക്സിന്റെ കാര്യത്തിൽ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇത് എല്ലാ തരത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വളരെ ആശങ്ക ഉണ്ടാക്കുന്നതും ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ നമുക്ക് മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവുമായി ബന്ധപ്പെട്ട കാര്യമായ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ യുവാവ് ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി ഈ പനി ലക്ഷണവും ഒപ്പം തന്നെ ശരീരത്തിൽ ഇത്തരം തടിപ്പുകളും കണ്ടപ്പോൾ പ്രത്യേകം ചിക്കൻ പോക്സ് എന്ന ധാരണയിൽ പ്രത്യേകം മുറിയിൽ മാറിയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അത് വർദ്ധിച്ചപ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നത്. വിദേശത്തു നിന്ന് വന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആശുപത്രിയെ സമീപിക്കുന്നത്. അപ്പോഴാണ് ആശുപത്രിയിലും ഈ സംശയം പ്രകടിപ്പിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ പ്രത്യേക ക്രമീകരണത്തിൽ പ്രത്യേക വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് DMOയും അറിയിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് പുറത്ത് സമ്പർക്കമുള്ള ആളുകൾ വളരെ കുറവാണ്. ഈ യുവാവുമായി സമ്പർക്കമുള്ള കുറവാണ് എന്നുകൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ലക്ഷ്മി.